ഞാൻ എന്തുകൊണ്ട് പുതിയൊരു ലുക്കിൽ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. വരുന്നുണ്ട് കറങ്ങി കറങ്ങി കാലം കൊണ്ട് പോട്ടെ. അയ്യേ നീ വെറുതെ കിടന്ന് നീളാണ് നീ. കാല് 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 എടുക്കടാ കാല്. ദേവി ഞാൻ മെനങ്ങില്ല, ഞാൻ തന്നെ ചെയ്യണം. അതാണ് എൻ്റെ ഹോബിയാണത്. ഹോബി വേണേ വായു എൻ്റെ മടിക്ക് എന്നെ കൊണ്ട് പറ്റിയെടുത്ത് പൊന്തിക്കാനായിട്ട്. നല്ല പാരാണേ. മണ്ണങ്ങാൻ മടിയനാ, ശരീരം നനങ്ങാൻ മടിച്ചിട്ട്. അമ്മ കൈ തരാം. കമോൺ നമ്മൾ ചുറ്റി വരിക. അങ്ങടല്ല മൊബൈലിലേക്ക് അല്ല അങ്ങടെ അങ്ങടെ വീഡിയോയിലേക്ക്. കാണിക്കേ താടിയൊക്കെ എടുത്ത് ശന്തിരി കുട്ടിയെന്ന് ഞാൻ തന്നെ ആട്ടോ താടി മേടിച്ചത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താടി ട്രിം ചെയ്തെടുത്തു. എൻ്റെ കാര്യം അറിയോ, ജന്മമാസമാണ് അവൻ്റെ പിറന്നാൾ വെള്ളിയാഴ്ച 1-ാം തീയതിയാണ്. മേടമാസത്തിലെ ചോതി നക്ഷത്രമാണ് ഈ കുട്ടി, നമ്മുടെ ഭാഗ്യക്കുട്ടി. അപ്പോൾ ഈ കൊച്ചിൻ്റെ ജന്മമാസത്തിൽ നമുക്ക് മുടി വെട്ടാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അമ്മ എപ്പോഴും പറയും കേട്ടോ, ഇവൻ്റെ കാര്യത്തിൽ നീ അതൊന്നും നോക്കണ്ടെന്ന് പറയും. വയ്യാത്ത കുട്ടിയല്ലേ, അപ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേന്ന്. അപ്പോൾ മൂത്ത ചേച്ചി, അപ്പം അമ്മയില്ലാത്ത എനിക്ക് ചേച്ചിയോടെ ചോദിക്കാം. ചേച്ചിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ താടി നീ വീട്ടിൽ ട്രിം ചെയ്തെടുത്തോ, ഇവിടേക്ക് മുടി വെട്ടാൻ സ്ഥലത്തേക്ക് കൊണ്ടുപോകണ്ട പറഞ്ഞു. അപ്പോൾ താടി തലമുടി ഞാൻ ബാക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത്, നല്ല ചൂടല്ലേ. പൊന്നൂസിൻ്റെ പിറന്നാളാണ്. പൊന്നൂസിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടില്ല തൃശ്ശൂരം, കാരണം 2 ദിവസം പുറത്ത് തൃശ്ശൂരൊന്നും പോയിട്ട് നമുക്ക് തുണിയൊന്നും എടുക്കാൻ പറ്റില്ല, അത്രയും തിരക്ക് അവിടെ. ഇനിയിപ്പോൾ കല്യാണിൽ പോയിട്ടാണ് ഇവൻ്റെ ഷർട്ട് എടുക്കുക. നാളെ ചൊവ്വാഴ്ച പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകണം. ബുധനാഴ്ച പോയിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ. വെള്ളിയാഴ്ച ചക്കരക്കുട്ടിയുടെ പിറന്നാളാണ്, ബർത്ത്ഡേ. സത്യം പറയുക ഞങ്ങൾ ഇവിടം വരെ എങ്ങനെ എത്തി ചോദിച്ചാൽ അത് വല്ലാത്തൊരു കഥ തന്നെയാണ്. കുറേ പറയാനുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ മിണ്ടുമ്പോഴേക്കും കരയുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഒട്ടും വിഷമം താങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് കരയും, പെട്ടെന്ന് നെർവസാവും. പക്ഷേ നെർവസ് ആവുന്ന പെട്ടെന്ന് നമ്മൾ തളരും. പിന്നെ ചേച്ചിയാണ് ഇവൻ ജനിച്ച അന്നോട്ട് ചേച്ചിയുടെയും അമ്മയുടെയും കൂടെയായിരുന്നു ഞാൻ. അപ്പോൾ അമ്മ ചേച്ചിയുടെ കൂടെയായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയായിരുന്നു ഞാൻ. ഞങ്ങളെ താങ്ങി ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് തന്നെ ചേച്ചിയാണ്. ഒരു കാര്യത്തിലും വയ്യാത്ത കുട്ടിയാന്ന് പറഞ്ഞാൽ അവനെയോ അല്ലെങ്കിൽ എന്നെയോ, വയ്യാത്ത കുട്ടിയുടെ അമ്മയാന്ന് പറഞ്ഞാൽ എന്നെയോ മാറ്റി നിർത്തില്ല. എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം നിർത്തിയിട്ട് ചെറിയ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇവനെയായാലും എന്നെയായാലും ഒക്കെ വഴക്ക് പറയും. വഴക്ക് വെച്ചാൽ വെറുതെ അങ്ങനെയല്ല, നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എനിക്കൊക്കെ ആ സമയത്ത് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. എനിക്കൊരു വയ്യാത്ത കുട്ടികളുണ്ടല്ലോ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ട വരണേ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ വിഷമം തോന്നും. പക്ഷെ അതിപ്പോൾ മനസ്സിലായി അത് എന്നെ ബോൾഡാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എനിക്ക് ആരുടെ മുന്നിൽ ഇങ്ങനെ ചങ്കൂറ്റത്തോടുകൂടി നിൽക്കാനുള്ള ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ ചേച്ചി മാത്രമാണ്, എൻ്റെ മോനും. അല്ലേ കണ്ണാ? ഞാൻ എൻ്റെ മോൻ ജനിച്ച അന്നോട്ട് ഇപ്പോൾ 22 വയസ്സായി അവന്. ഞങ്ങൾ ഇത്രയും നാൾ ഈ ഒരു അവസരത്തിൽ എൻ്റെ ചേച്ചിയോട് ഒരിക്കലും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എൻ്റെ ചേച്ചി ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യം. പിന്നെ എൻ്റെ മറ്റുള്ള എല്ലാ സഹോദരങ്ങളും എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ പിന്നെ എടുക്കാനും വണ്ടിയിൽ കയറ്റാനും ഇറക്കാനൊക്കെ അവർ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെയ്യാൻ നമുക്ക് നമ്മുടെ സഹോദരി കൂടപ്പിറപ്പുകളെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം. അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഭാഗ്യം എനിക്ക് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ എന്താണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഭയങ്കര ബോൾഡാണ്. ഇന്നിപ്പോൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ അത്ര പെട്ടെന്നൊന്നും തളരില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താലൊന്നും. പണ്ടതല്ല, ചെറിയൊരു കാര്യം പറഞ്ഞ് ടെൻഷൻ അടിച്ച് ഞാൻ മരിക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളെ വിധി എനിക്കെതിരായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുള്ള. എൻ്റെ അച്ഛൻ എനിക്ക് 4 വയസ്സിലും മരിച്ചു. എൻ്റെ അമ്മ നന്നായി കഷ്ടപ്പെട്ട് ഞങ്ങൾ 6 മക്കളെ വളർത്തിയത്. പിന്നെ ചേച്ചി LIC ഏജൻസിയൊക്കെ എടുത്ത ആൾ, അതിൽ നിന്നാണ് കയറി വന്ന ആൾ. നല്ലൊരു ബോൾഡാണ് ആൾക്ക്. അങ്ങനെ ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. അതൊന്നും ഞങ്ങളുടെ വേറെ ആരും എല്ലാ ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരും എൻ്റെ ചേച്ചിയപ്പോൾ ഒരു ആൺകുട്ടിയെ ജനിക്കേണ്ടതായിരുന്നു എന്ന്. എനിക്കൊരു ആങ്ങളേ ഉള്ളൂ. അപ്പോൾ വിധി ഞങ്ങൾക്കെതിരായിരുന്നു, ഞങ്ങൾക്കല്ല എനിക്കെതിരായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുണ്ടായപ്പോൾ മോൻ്റെ അവസ്ഥ എങ്ങനെയാണ്, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഹൃദയം തകരുമായിരുന്നു ജനിച്ച ഉടനെ കണ്ടാൽ. ഇപ്പോഴും മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കണ്ട് ഞങ്ങൾക്കിപ്പോൾ അവൻ്റെ ആ രൂപം ഞങ്ങളുടെ മനസ്സിൽ അതാണ് ഇപ്പോൾ ഒരു രൂപം എന്നുള്ളൊരവസ്ഥയായി.
പക്ഷെ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ വല്ലാത്ത അത്ഭുതത്തിലൂട്ടാണ് അവനെ നോക്കുക. ഇന്നിങ്ങനെ ഇരിക്കണേ നമ്മുടെ മടിയിൽ അങ്ങനെ ബുദ്ധിമുട്ടി വെക്കരുത്. തല ശരിക്കും വയ്ക്കുക അവിടെ മടിയിൽ കഴക്കില്ലേ അമ്മ കാല് കയറ്റി വെച്ചായിരുന്നു കുട്ടിക്ക് തലോണ പോലെ. തലോണ വെച്ചായിരുന്നാ വേണ്ട ബുദ്ധിമുട്ടുണ്ടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുന്ന് ആ വിധിയോടൊക്കെ പൊരുതി ഞങ്ങൾക്ക് മുന്നോട്ട് പോയേ തീരുള്ളൂ. പല സമയത്തും ഇപ്പം ചെറുതായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഓരോ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ പല പൊട്ട ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ജീവിതം അവസാനിപ്പിച്ചാലോ എന്നുള്ളൊരു തോന്നലൊക്കെ. പക്ഷെ അങ്ങനെ തോന്നുമ്പോഴും എനിക്ക് തോന്നുന്ന ഒരൊറ്റ കാര്യം അപ്പം എന്താ അറിയോ, ഈ ഭഗവാൻ തന്നൊരു ജീവനുണ്ട് എനിക്ക്. ഭഗവാൻ എന്നെ വിശ്വസിച്ച് എനിക്ക് തന്നൊരു ജീവനാണ് ഈ മോൻ. അത് ഭഗവാൻ എന്നെ വിശ്വസിച്ച് എനിക്ക് തന്നൊരു ജീവൻ ഇല്ലാണ്ടൊക്കെ എനിക്ക് എന്താ അധികാരമുള്ളത്? അത് സാക്ഷാൽ ആരാണോ തന്നേ, ആരാണോ നമ്മളെ ജനിപ്പിച്ചത്, അവർക്കാണ് നമ്മുടെ ആയുസ് എടുക്കാനുള്ള അവകാശം. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്ത മനസ്സിലോട് ഞാൻ തിരിഞ്ഞ് അതിനൊക്കെ പിന്മാറി ഇതാ ഇവിടം വരെ എത്തി. ഇനി ധൈര്യമായിട്ട് പറയാം, ഈ ഒരവസ്ഥയിൽ പോകുന്നവരെയും എനിക്ക് പേടിക്കാതെ കഴിയാം. ഞാൻ വിശ്വസിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ശക്തിയുണ്ട്. നമ്മൾ പലർക്കും പല എന്താ പറയുക, നമ്മൾ പല ജാതിയിലും പല മതത്തിലും പെട്ടവരാണ്. നമുക്കെല്ലാവർക്കും ഒരേ ആളായിരിക്കില്ല നമ്മുടെ ആരാധനാമൂർത്തി. അപ്പോൾ അതാരായാലും കുഴപ്പമില്ല, കാരണം അതൊരു പ്രപഞ്ചശക്തിയാണ്. നമ്മൾ പലരും പല പേരിട്ട് വിളിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ആ പ്രപഞ്ചശക്തി എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനൊരു വേദി, അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവന് ചെറിയ ചെറിയ ഷോർട്സുകളും അവന് തമാശകളൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് തുടങ്ങുന്നു. കുറേ പേര് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പിന്തുണ നമ്മളൊന്നും അറിയാത്ത, നമ്മളറിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഞാനൊന്നും അറിയാത്ത എത്രയോ ആൾക്കാർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് കമൻറ്റൊക്കെ ഇടുന്നുണ്ട്. അനന്തമോനെ ഒത്തിരി സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അവരെല്ലാവരും മോൻ നല്ല കുട്ടിയാണ്, മോൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, മോനെ വഴക്ക് പറയില്ലേ എന്നൊക്കെ പറയുന്ന ചേച്ചിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്നൊരു ചേച്ചിയുണ്ട്. പിന്നെ എല്ലാവരും സ്ഥലം എനിക്കറിയില്ല. എല്ലാവരും അനന്തനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര്. അതുപോലെ അമ്മേനെയും മോനെ ഇഷ്ടമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും ഞങ്ങൾ ഈ അവസരത്തിൽ നല്ല നന്ദി പറയാണ്, സ്നേഹം പറയാണ്. ഞങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും സ്നേഹവും എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഈ ഫാമിലിയിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി ശുഭരാത്രി. ഹലോ, ഇങ്ങനെ കിടന്നാൽ മതിയാ? നീ എന്തൊന്നിനും ഇല്ലാത്ത ആക്റ്റീവായിട്ട് അമ്മ നീക്ക് പറയാനുള്ള നീ പറയും. എനിക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാ, എൻ്റെ വീഡിയോ കാണാൻ എല്ലാവരും എന്നെ സ്നേഹിക്കും, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത്രയുള്ള പറയാ. പിന്നെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അതന്നെയല്ല ഇപ്പം നീ നേരത്തെ പറഞ്ഞത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാന്ന്. അല്ലാന്ന് ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ നിനക്ക് സംസാരിക്കാം പ്രേക്ഷകരോട്. നമ്മുടെ വ്യൂവേഴ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് അവരെല്ലാവരും. അവരോട് സംസാരിക്കണ്ടേ? നാളെ സംസാരിക്കാം. നാളെ ഇപ്പം അനന്തുവിന് കൊടുക്കാം മൈക്ക്. ഓ, അവൻ സംസാരിക്കട്ടെ. അമ്മയല്ലേ സംസാരിക്കണേന്ന്. അപ്പം അവൻ സംസാരിക്കട്ടെ നാളെ. അപ്പോൾ ഓക്കെ, ബൈ.